നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആദ്യം നമുക്കൊരു ഓഡിയോ കേൾക്കാം. ആ ഓഡിയോ കേട്ട ശേഷം ബാക്കി പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചുമ്മാതെ ആളെ കയറ്റണ്ട. നമുക്ക് കയറുന്ന ആൾക്കാർ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കൈ അടിക്കണം, ആർപ്പ് വിളിക്കണം, വിസിലടിക്കണം സീനൊക്കെ വരുമ്പോൾ കുറേ ഹൈ മൊമെന്റ്സ് ഉണ്ട്. നല്ലതെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് രോമാഞ്ചം തോന്നുന്ന സീനുകൾ കണ്ടാൽ നിങ്ങൾ കൈ അടിക്കണം. പിന്നെ അതിനകത്ത് നിന്ന് ആരെങ്കിലും തിയേറ്ററിനകത്തുള്ള വിഷ്വൽ ഷൂട്ട് ചെയ്യണം. മീൻസ് വീഡിയോസ് എടുക്കണം, ഒരുപാട് ഇതെടുക്കണം, സ്പോയിലർ എടുക്കണം എന്നല്ല പറയുന്നത്. ആൾക്കാരിങ്ങനെ കൈ അടിക്കുന്നു, വിസിലടിക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസ് എടുത്തു തരാൻ പറ്റിയ നല്ല കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നല്ല അടിപൊളി റിവ്യൂസ് പറയണം. അത് ചുമ്മാതെ പടം കൊള്ളാം, നല്ലത്, സൂപ്പർ എന്ന് പറഞ്ഞ് ഈ പടം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയുന്ന റിവ്യൂസ് അല്ല. അത് നോർമലി നിങ്ങൾ അങ്ങനെ പറയുമല്ലോ. നമുക്ക് വേണ്ടത് ഗംഭീര പടം, ഒരു രക്ഷയില്ല മോനെ. വിഷു ബമ്പർ, വേറെ ലെവൽ പടം. ടൊവിനോ സൂപ്പർ സ്റ്റാർ, ഈ സാധനങ്ങളൊക്കെ വരണം. സൂപ്പർ സ്റ്റാർ ആണ് ടൊവിനോ. ഈ പടം കൊണ്ട് പുള്ളി അടിച്ച് കയറി. അല്ലെങ്കിൽ ടൊവിനോയുടെ KGF, ഇങ്ങനത്തെ സാധനങ്ങൾ നല്ല പഞ്ച് വേണം. നമ്മൾ പറയുന്ന ഡയലോഗിൽ ആൾക്കാർ പറയുന്നത് കേട്ടാൽ നമുക്ക്, ഈ വീഡിയോ കാണുന്നവന് തിയേറ്ററിൽ പോകാൻ തോന്നണം. അങ്ങനത്തെ നിങ്ങൾ എത്ര നല്ല കണ്ടന്റ് എനിക്ക് എടുത്തു തരുന്നു, അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ വെറുതെ പറയുമല്ല. നിങ്ങൾ സാധാരണഗതിക്ക് ആളുടെ തലയ്ക്ക് ഇത്ര രൂപ വെച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വല്ല കാശും കിട്ടുന്നോ അല്ലെ അങ്ങനത്തെ പരിപാടി, ചെറിയ വരുമാനം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കണ്ടന്റ് നിങ്ങൾ എനിക്ക് എടുത്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റും അല്ലാത്ത അച്ചീവ്മെൻറ്റ്സും എല്ലാം കിട്ടും. പടം സക്സസ് ആയ സക്സസ് സെലിബ്രേഷന് വരെ നിങ്ങൾക്ക് മൊമെൻറ്റോ നമ്മൾ തരും. അങ്ങനെ നിങ്ങൾക്ക് ആരും തന്നിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് എൻ്റെ വാക്കാണ്. അത് നിങ്ങൾ എനിക്ക് വേണ്ടി അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് തരണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തിയേറ്ററിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട, തിയേറ്ററിന് പുറത്ത് എന്തെങ്കിലും സെലിബ്രേഷൻ പരിപാടി ഉണ്ടെങ്കിൽ അതും ഷൂട്ട് ചെയ്യണം. തിയേറ്ററിനകത്ത് കയറിയിട്ട് പടം തുടങ്ങി കഴിയുമ്പോൾ തൊട്ട് നല്ല സീനുകൾ വരുമ്പോൾ കൈയടിക്കുക, വിസിലടിക്കുക, ആഘോഷിക്കുക. പിന്നെ ഇറങ്ങി വരുമ്പോൾ നല്ല ഗംഭീര റിവ്യൂസ് പറയുക, നല്ല റിവ്യൂസ് ഷൂട്ട് ചെയ്ത് കണ്ടന്റുകൾ നമുക്ക് എടുത്ത് അയച്ചു തരിക. എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന പിള്ളേരുണ്ടെങ്കിൽ എഡിറ്റും കൂടെ ചെയ്തിട്ട് എനിക്ക് തരികയാണെങ്കിൽ അതും നമുക്ക് പരിഗണിക്കാം. മീൻസ് അതിനും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. ഇതൊന്നും ഫ്രീ ആയിട്ട് ആരും ചെയ്തു തരണ്ട. വീഡിയോ എടുത്ത് തരുന്നതിനും എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലേ ചെയ്യണ്ട. വീഡിയോ എടുത്ത് തന്നാൽ മതി. ഷെയ്ക്കൊന്നും ആകാതെ അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയും കൂടെ വേണം കേട്ടോ. നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കണം. നല്ല ഫ്രെയിമിനകത്ത് ആൾക്കാരുടെ മുഖം കാണണം. ചുമ്മാതെ എന്തെങ്കിലും വീഡിയോ എടുത്ത് തന്നിട്ട് കാര്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോ, ഞാൻ സാമ്പിൾ കാണിക്കാം, അങ്ങനത്തെ റിവ്യൂസ് നമുക്ക് വേണം. കേട്ടല്ലോ, നിങ്ങൾ ഈ മറയില്ലാതെ കേട്ടത് മലയാളത്തിലെ പുതിയ തലമുറയിലെ ഒരു പ്രശസ്തനായ PROയുടെ വാചകമടിയാണ്. മലയാള സിനിമ ഒരു മോശം വഴിയിലൂടെ കറങ്ങുകയാണ്. കയ്യൂക്കുള്ളവൻ ഒരു തല്ലുപൊളി സിനിമ എടുത്താൽ 50 ലക്ഷം മുതൽ 5 കോടി രൂപ വരെ കള്ള വാർത്തകൾ ഉണ്ടാക്കാനായി 900 നവമാധ്യമങ്ങൾക്ക്, എറണാകുളത്ത് ഒരു 900 മാധ്യമങ്ങളുണ്ടല്ലോ, അവർക്ക് കൊടുത്ത് ഈ തല്ലുപൊളി സിനിമയ്ക്ക് ഹൈപ്പുണ്ടാക്കും. ആദ്യത്തെ ഒരാഴ്ച ഒരു 5 കോടി രൂപയുടെ ടിക്കറ്റ് എടുത്ത് കേരളത്തിൽ എവിടെയെല്ലാം റിലീസ് ചെയ്യുന്നു അവിടെയെല്ലാം ആളെ കയറ്റും. സിനിമ കാണാൻ ചെല്ലുമ്പോൾ ടിക്കറ്റില്ല, എല്ലാം ബുക്ക് മൈ ഷോയിലൂടെ ഫുള്ളാണ് എന്ന് പറയും. തിയേറ്ററിനകത്ത് കയറി ഫുള്ളാണോ എന്ന് നമുക്ക് നോക്കാനാവില്ലല്ലോ. നോക്കിയാൽ നമ്മൾ ഞെട്ടും. കാരണം പകുതി സീറ്റിൽ പോലും ആൾ കാണില്ല. ഇതൊരു പറ്റിപ്പ് പരിപാടിയാണ്. TV ചാനലിൽ നിന്നും കമഴ്ത്തിക്കൊണ്ടുവന്ന പണം കൊണ്ട് ഒരു ഉഡായിപ്പ് പെണ്ണുപിള്ളയുമായി സിനിമ പിടുത്തം തുടങ്ങിയ ആളും കണ്ടവന്മാരുടെ പൈസയിൽ പെട്ടെന്ന് നിർമ്മാതാവായി സിനിമയിലെ പല സംഘടനകളുടെ നേതാവായി മാറിയ നിർമ്മാതാവും തുടങ്ങി വെച്ച ശരിക്കും മോശം പ്രവണതയാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നത്. 30 കോടിക്ക് സിനിമ എടുത്താൽ ടിക്കറ്റ് എടുത്ത് ഒരാഴ്ച ആളെ കയറ്റാൻ 5 കോടി രൂപയും, കള്ള വാർത്തയും കള്ള നിരൂപണവും നടത്താൻ മാപ്ര എന്ന് പറയുന്ന പപ്പരാസികൾക്ക് കൊടുക്കാൻ 5 കോടി രൂപയും കൂടി ഇനി കണ്ടെത്തണം. എങ്കിലേ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ അത്തരം കാര്യങ്ങൾ ഇല്ലാത്തവയെ വീഴ്ത്തും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരു നല്ല പടം എടുത്തെന്ന് വെച്ചോളൂ, പക്ഷേ നിങ്ങൾക്ക് ഈ 10 കോടി രൂപ വളഞ്ഞ വഴിക്ക് ചിലവാക്കാനില്ലെങ്കിൽ ആ സിനിമയെ വീഴ്ത്തും.
ശരിക്കും സിനിമയെയും നശിപ്പിക്കും, പ്രേക്ഷകരെ നന്നായി പറ്റിക്കുകയും ചെയ്യുന്ന പണിയാണ് ഇപ്പം നടക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും വരുന്നവരൊന്നും ഇനിയുള്ള കാലത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണില്ല. കാരണം ഒരു പുതിയ പടം വരുമ്പോൾ റിസർവ് ചെയ്ത ടിക്കറ്റും കൊണ്ട് മ്യൂസിയം ഗേറ്റിൽ ആൾ നിൽപ്പുണ്ടാവും. സാറിൻ്റെ കൂടെ എത്ര പേരാ സാറേ? ഞങ്ങൾ 4 പേര്. എന്നാൽ ഒരു 6 എണ്ണം ഇരിക്കട്ടെ സാറേ, വേണ്ടപ്പെട്ട ആരെങ്കിലും 2 പേരും കൂടി സാർ വിളിച്ചോ എന്ന് പറയും. അപ്പോൾ വാങ്ങുന്നവന് ഭയങ്കര സന്തോഷം തോന്നും. കൊടുക്കുന്നവനൊക്കെ കിണിച്ചുകൊണ്ട് ഓസിന് കിട്ടില്ലേ. ഫ്രീ ആയിട്ട് കിട്ടിയാൽ ആസിഡ് കുടിക്കുന്ന സ്വഭാവമാണല്ലോ മലയാളിക്കുള്ളത്. ചേച്ചിയുടെ കൂടെ എത്ര പേരാ? ഞങ്ങളൊരു 7 പേരുണ്ട്. 10 ഇരിക്കട്ടെ ചേച്ചി, 3 പേരെ കൂടി ചേച്ചി ആരെങ്കിലും കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. മ്യൂസിയത്തിൽ നടക്കാൻ പോകുന്നവർക്ക് ഇപ്പോൾ ചാകരയാണ്. നമ്മൾ 250 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ പുറത്ത് ഹൗസ്ഫുള്ളെന്നും അകത്ത് എല്ലാം കൂടി ഒരു 100 പേരും കാണും. പല സിനിമകളിലും ഇപ്പോൾ അതാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഞാൻ കാണുന്ന കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. കഷ്ടപ്പെട്ട് 5 കോടിക്ക് ഒരു നല്ല പടം എടുത്ത് വരുന്നവന് 10 കോടി കൂടി മുടക്കാനാവില്ലല്ലോ. ആ പടം വീഴും. ഈ പോക്ക് സിനിമ നിർമ്മാണത്തെ തൊലയ്ക്കും. സർക്കാരിന് ടാക്സ് കിട്ടുന്നുണ്ട്, തിയേറ്ററുകാരന് ഷെയറും ഹൗസ്ഫുള്ളിൻ്റെ ഷെയറും കിട്ടും. കാശ് മുടക്കുന്നവൻ സിനിമയ്ക്ക് മുടക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. 10 കോടി കടലിൽ കായം കലക്കുന്ന പോലെ ടിക്കറ്റ് എടുത്ത് കളയാനും മാപ്രകൾക്ക് കൊടുത്തും തീർക്കാനും നടക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ഏതാണ്ട് 5 കോടി രൂപ കൊടുത്ത് നിർമ്മിച്ച ചിത്രമാണല്ലോ വാഴ. ഇപ്പോൾ അത് 200 കോടിയിലേക്ക് പറക്കുമ്പോഴാണ് ചട്ടമ്പിമാർ 10 കോടി അധികം ചിലവിട്ട് ഇത്തരം ഉടായ്പ കളി കളിക്കുന്നത്. എവിടെ ഓടും? ഓടില്ല. നീ 10 കോടിയുടെ ടിക്കറ്റ് എടുത്താലും ഈ പടം ഓടില്ല. അത് ചില പടങ്ങൾ അങ്ങനെയാണ്. കാണുമ്പോൾ തന്നെ പ്രേക്ഷകൻ പറയും അയ്യോ ഇത് തല്ലുപൊളി എന്ന് പറഞ്ഞാൽ അത് തീർന്നു. നിർമ്മാണ സംഘടന മാത്രമല്ല, സിനിമ ഒന്നടങ്കം ഇത്തരം കൊള്ളരുതായ്മയെ മറന്നീക്കി കാണിച്ച് ശുദ്ധീകരിക്കണം സിനിമയെ എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആരോടും പകയുള്ളതുകൊണ്ട് പറയാനല്ല, കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണ്. എല്ലായിടത്തും കേരളത്തിലെ ഓരോ ജില്ലയിലും പടം കളിക്കുന്നിടത്തൊക്കെ ഫ്രീ ടിക്കറ്റും കൊണ്ട് ആൾ നിൽക്കുന്നു. ലേഡീസ് ഹോസ്റ്റലിൽ ചെന്നിട്ട് എത്ര പേരുണ്ട്? ഇവിടെ എല്ലാവരും കൂടെ ഒരു 70 പേര് താമസമുണ്ട്. കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തുക കേട്ടോ, ഒരു 100 ടിക്കറ്റ് നാളെ എത്തിക്കാം. പടം വരുന്ന ദിവസം കാണാനാണ് 100 ടിക്കറ്റ്. സിനിമയെ തളർത്താനല്ലാതെ വളർത്താൻ ഇതുകൊണ്ട് ഒരു കാരണവശാലും കഴിയില്ല. നമസ്കാരം. പുതിയ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഡൽഹി ദൂരദർശൻ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വന്നപ്പോൾ ചെറിയ പ്രായക്കാരായ എൻ്റെ തലമുറയ്ക്ക് അത്ഭുതമായിരുന്നു. തിയേറ്ററിൽ കണ്ടിരുന്ന സിനിമയും സിനിമ പാട്ടുമൊക്കെ വീട്ടിനകത്തേക്ക് കയറി വരുന്നു ടി വിയിലൂടെ. എൻ്റെ വീട്ടിൽ അക്കാലത്ത് ടി വി ഇല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, ഡയനോറ, BPL എന്നൊക്കെ പറഞ്ഞ ചില കമ്പനികൾ, സോൾഡയർ എന്നൊക്കെ പറഞ്ഞ ചില കമ്പനികളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികൾ എൻ്റെ വീട്ടിനടുത്തുള്ള ചില വീടുകളിൽ ഉണ്ട്. അവിടെ പോയി ചിത്രഹാറും ചിത്രഗീതവും ഞായറാഴ്ച സിനിമ കാണാനും ഒക്കെ പോകുമായിരുന്നു, ഞാനും എൻ്റെ അനിയനും കൂടി. അമ്മ വരില്ല. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി വെടിയേറ്റ് വീണ വാർത്തയും അവരെ അടക്കുന്നതുവരെയുള്ള വാർത്തകളും കാണുമ്പോൾ കണ്ണു തുടച്ചിരുന്നിട്ടുണ്ട് ഞാൻ. അക്ഷമനായി നിൽക്കുന്ന മകൻ രാജീവ് ഗാന്ധിയുടെ കയ്യിൽ തൂങ്ങി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കരയുന്നത് എന്നെ വല്ലാതെ നോവിച്ചിട്ടുണ്ട്. കണ്ണടയൊക്കെ വെച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അടുത്തിടെ വാർദ്ധക്യം ബാധിച്ച പ്രണോയ് റോയ് കേരളത്തിൽ ഈ ഇലക്ഷൻ സമയത്ത് വന്നിരുന്നു എന്ന വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് ഞാൻ ആശിച്ചു. വേൾഡ് ദിസ് വീക്ക് എന്ന പ്രതിവാര പരിപാടി അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരെണ്ണം വിടാതെ അക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൂരദർശൻ മലയാളം സംസാരിച്ച് തുടങ്ങിയപ്പോൾ
സർക്കാരിൻ്റെ ചാനൽ എന്ന പരിമിതി ഉണ്ടായിട്ടും എത്ര മാന്യമായിട്ടാണ് അവർ വാർത്ത വായിച്ചിരുന്നത്. മായയും രാജേശ്വരി മോഹനും ഹേമലതയും ബാലകൃഷ്ണനും കണ്ണനുമൊക്കെ പ്രിയപ്പെട്ട വാർത്താ വായനക്കാരായിരുന്നു എൻ്റെ മനസ്സിൽ. ജെസി സാർ ചെയ്ത പുറപ്പാടിൽ ഉരുൾപൊട്ടലിൻ്റെ വാർത്ത വായിക്കാനായിട്ട് രാജേശ്വരി മോഹൻ അഭിനയിക്കാൻ വന്നപ്പോൾ മോഹൻലാലിനേക്കാളും ആരാധനയോടെയാണ് ഞാൻ അവരെ നോക്കി നിന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിലും പിന്നാലെ വന്ന ഒരു ഡസൻ ചാനലുകളിലുമായി എത്രയെത്ര വാർത്താ വായനക്കാർ വന്നു. പലരോടും ബഹുമാനവും ചിലരോട് സ്നേഹവും മറ്റ് ചിലരോടും പരമപുച്ഛവും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യോജിക്കാത്ത തരത്തിൽ അവർ വായിക്കുന്നതിനാൽ അതുകൊണ്ടായിരിക്കാം. എന്നാൽ മലയാള TV വാർത്താ വായനക്കാരിൽ അറപ്പ് തോന്നിയ ഒരൊറ്റ അവതാരകയേ ഉള്ളൂ. അത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന പെണ്ണും പിള്ളയോടാണ്. എനിക്ക് അറപ്പാണ് ആ സ്ത്രീയെ. അവർ കോൺഗ്രസ് ആയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയായതുകൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല. ഏത് ചാനലിൽ പോയാലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന തരത്തിൽ ഇവരെപ്പറ്റി സത്യസന്ധമായൊരു കഥ മുമ്പ് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് തുടങ്ങിയ ഒരു പുച്ഛവും എനിക്കുണ്ടായിരുന്നു. ഒരു സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റിനെ പോലെ വാർത്തകൾ ഉണ്ടാക്കുന്ന വായിക്കുന്നവരും സത്യസന്ധരും സദാചാര പാലകരും നട്ടെല്ലുറപ്പ് ഉള്ളവരും ആകണം എന്ന് ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. വാർത്ത വായിക്കുന്നവർ അങ്ങനെ ആയിരിക്കണം. നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിൻ ഏറ്റെടുത്തപ്പോൾ എനിക്കിഷ്ടമുള്ള ഉണ്ണി ബാലകൃഷ്ണൻ അതിലേക്ക് വന്നപ്പോൾ എങ്കിലും ഇവരെ ആ ചാനലിലെടുത്താൽ ഞാനില്ല എന്ന് പറയും എന്ന് ഞാൻ കരുതി. കാരണം ഞാൻ ആരാധനയോടെ കണ്ടിരുന്ന സഖാവ് ഭാസുരേന്ദ്രൻ ബാബു സാറിൻ്റെ മരുമകൻ എന്ന നിലയിലെങ്കിലും ആ ചങ്കൂറ്റം ഉണ്ണി ബാലകൃഷ്ണൻ കാട്ടണമായിരുന്നു. പക്ഷേ കാട്ടിയില്ല. അതുപോട്ടെ. വാർത്ത അവതാരകനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു നീതിപാലകനോ ഞാൻ നിഷ്പക്ഷൻ എന്ന് പറയാൻ ആവില്ല. പറഞ്ഞാൽ അത് കള്ളുവായിരിക്കും. ഒരു പക്ഷമില്ലാത്ത ഒരുത്തനും ഇവിടെ ജനിച്ചിട്ടില്ല. അങ്ങനെ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചെയ്യുന്ന ജോലിയിൽ നിഷ്പക്ഷതയോ നീതിയുക്തമോ തൻ്റെ മുന്നിൽ വരുന്ന തെളിവുകളിലും സാക്ഷ്യത്തിലും നിന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് ആവണം. പക്ഷെ ആവില്ല. ഇത് തന്നെയാണ് TV വാർത്ത വായിക്കുന്നവർക്കും ഉള്ളത്. കൈരളിയിൽ വാർത്ത വായിച്ചിരുന്ന ഒരാൾ മാതൃഭൂമിയിലേക്ക് പോകുന്നതിന് തലേന്ന് എന്നെ വിളിച്ച് യാത്ര ചോദിച്ചു. ഒരു സഖാവായ നിങ്ങൾ അതുപേക്ഷിച്ച് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ തിരക്കി. വലിയ വ്യത്യാസം ശമ്പളത്തിലുണ്ട് ചേട്ടാ. മനസ്സിലെ സ്പാർക്ക് കെടാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ അയാളെ ഉപദേശിക്കും പോലെ പറഞ്ഞു. കൈരളി ചാനലിൻ്റെ MD ജോൺ ബിട്ടാസ് പോലും ഏഷ്യാനെറ്റിൽ പോയില്ലേ. യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനുമായിരുന്നു. അന്നും എനിക്ക് പുച്ഛം തോന്നി. ഇങ്ങനെ പലരെയും വേണമെങ്കിൽ പറയാനാവും. ഇപ്പോൾ പഴയ എത്തിക്സ് ഒന്നും ഇല്ലല്ലോ. സുജയ പാർവതിക്ക് 24/7 മലയാളം കൊടുത്ത ഹൈപ്പും റിപ്പോർട്ടറിൽ നിന്ന് പോയ സുജയ പാർവതി റിപ്പോർട്ടറിൽ നിന്നാണ് പോയത്. സുജ അങ്ങനെ എന്തോ ഒരു പെൺകുട്ടി റിപ്പോർട്ടറിൽ അല്ല 24/7 മലയാളത്തിൽ നിന്നും പോയല്ലോ. അവർക്ക് 2 പേർക്കും സുജയ്ക്കായാലും മറ്റേ ഞാൻ പേര് വിട്ടുപോയ ആ പെൺകുട്ടിക്കായാലും അവർക്ക് കൊടുത്തിരുന്ന സ്വാതന്ത്ര്യവും ഇട്ടെറിഞ്ഞ് ശമ്പള വർധന എന്ന ഒറ്റ കാരണത്താൽ ബിഗ് TVയിൽ അവർ ചാടിക്കേറി. അത്രയേ ഉള്ളൂ. ഇപ്പോൾ കാശാണ് മുഖ്യം, അല്ലാതെ എത്തിക്സുകളൊന്നും ഇല്ല. പറയാൻ വന്നത് സ്മൃതി എന്ന പെണ്ണും പിള്ളയുടെ നിലവാരത്തെക്കുറിച്ചാണ്. ഒരു കോൺഗ്രസ് വക്താവായിരുന്ന് സഭ്യമല്ലാതെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു വന്നിരുത്തുന്നവരെ അപമാനിക്കും വിധം ഈ പെണ്ണുംപിള്ള തള്ളുന്നത് കാണുവാൻ അസഹനീയമായതിനാൽ ഇവരുള്ള ഒരു വാർത്തയും റിപ്പോർട്ടറിൽ ഞാൻ കാണാറില്ല. ബാക്കി സമയം മുഴുവൻ ഞാനിപ്പോൾ റിപ്പോർട്ടറാണ് എൻ്റെ വീട്ടിൽ വയ്ക്കാറ്. ഇവരുള്ള 8 മണിക്ക് എന്തോ ഒരു ചർച്ചയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ വയ്ക്കില്ല. കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ച TV എറിഞ്ഞു പൊട്ടിക്കാൻ പറ്റുമോ? അതിന് പകരം ഞാൻ ചാനൽ മാറ്റി 24ലേക്കോ മറ്റേതെങ്കിലും ഒരു ചാനലിലേക്ക് പോകും.
24-ൽ ഞാനിപ്പോൾ അധികം പോകാത്തത് ഞാൻ ക്ഷീണ്ട ചേട്ടൻ്റെ പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം പരസ്യം കാണാനേ മാത്രം നമ്മൾ 24 വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. എപ്പോൾ വെച്ചാലും പരസ്യമേ ഉള്ളതിൽ. പിന്നെ തിരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ ക്ഷീണ്ടൻ ചേട്ടൻ തന്നെ നേതൃത്വം നൽകി നടത്തുന്ന ഗോഗ വിളികളും അസഹനീയമായതിനാലാണ് ഞാൻ 24 കാണാതെ വിട്ടത്. എൻ്റെ ഒരു ആസ്വാദന നിലവാരത്തിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. വാർത്ത വായിക്കുന്നവർ വാർത്തയല്ലേ വായിക്കേണ്ടേ? തിരഞ്ഞെടുപ്പ് അവലോകനവും തിരഞ്ഞെടുപ്പ് ചർച്ചകളും നടത്തുകയാണെങ്കിൽ ഇത് അതിന് പകരേ ക്ഷീണ്ടൻ ചേട്ടൻ തന്നെ മുദ്രാവാക്യം വിളിക്കുകയും പുറകെ ഓരോരുത്തന്മാരെ കൊണ്ട് ഗോഗോ വിളിക്കുകയും ചെയ്യുന്നത് സഹിക്കാൻ പറ്റില്ല വീട്ടിലിരുന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 24 തിരഞ്ഞെടുപ്പ് ഇപ്പോൾ 4-ാം തീയതി വോട്ടെണ്ണുമ്പോഴും ഞാൻ 24 വയ്ക്കില്ല. സ്ഥിരമായി 3 പിണറായി വിരുദ്ധരെ കൊണ്ടിരുത്തി വിനു വി ജോൺ എന്ന മനുഷ്യൻ അതിർത്തി തർക്കം പിണറായിയോട് ഉള്ളതുപോലെ നടത്തുന്ന തോന്നിയാസ വാർത്ത കാണാനാവാതെ ഏഷ്യാനെറ്റ് ഞാൻ ഇപ്പോൾ കാണാറില്ല. ഇയാളൊരുത്തം നിമിത്തമാണ്. എനിക്ക് പരിചയമുള്ള ആളാണ്. പക്ഷേ വിനുവിൻ്റെ വാർത്ത വായന എന്നും ഒരേ മുഖമാണ്. 3-4 പേര്, അഡ്വക്കേറ്റ് ജയശങ്കർ, അതൊരു ഉന്മേഷ എന്തോ 2-3 വിടക്കുകളെ കൊണ്ടിരുത്തിയിട്ട് പിണറായിയെ തള്ളക്കി വിളിക്കലാണല്ലോ വാർത്ത. അത് 1 ദിവസമാവാം, 5 ദിവസമാവാം, 1 മാസമാവാം, 1 വർഷമാവാം. ഇത് ദിവസവും അതാവുമ്പോൾ നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഈ മാനസിക പ്രശ്നങ്ങളുള്ളവന്മാരുടെ ചാനൽ കാണണ്ടെന്ന് പറഞ്ഞ് ഞാനത് കാണാറില്ല. എന്തിന് നമ്മുടെ ക്ഷമയും നമ്മുടെ കറണ്ടും കളയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കാറ്. റിപ്പോർട്ടറിൽ മൂക്കും തുറന്നു പിടിച്ച് ഈ പെണ്ണുപിള്ള KPCCയുടെ PRO ആയി നടത്തുന്ന വാർത്താ വായന ഉടമയായ ആൻറ്റിൻ അഗസ്റ്റിനെ പോലും പോടാ പുല്ലേ എന്ന തരത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ചൂരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ട ചിലർ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും വന്ന് കണ്ടതും അതിലുണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങളും നഷ്ടമായൊരു യുവതി റവന്യൂ മന്ത്രിയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ച് മന്ത്രി രാജനെ കെട്ടിപ്പിടിച്ച് വോട്ടെണ്ണലിന് ശേഷം ഒരിക്കൽ കൂടി എൻ്റെ മക്കളെ കാണാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി രാജൻ വല്ലാതായി. ഞാനായിരുന്നെങ്കിൽ സത്യമായിട്ട് അവിടെ നിന്ന് കരഞ്ഞു പോയനെ. കാരണം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കണ്ണിൽ നിറഞ്ഞു. ശരിഞ്ഞ എൻ്റെ മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം ജയിച്ചിട്ട്. ഈ വിഷ്വൽ കണ്ട കഠിന ഹൃദയമില്ലാത്ത ഏതൊരുവനും നൊന്ത് പ്രാർത്ഥിക്കും ആ കുട്ടികൾക്കായി, ആ മരിച്ചുപോയ 3 കുട്ടികൾക്കായി. ഈ കൂതറ വാർത്താ വായനക്കാരി പറയുന്നത് ഇടതുപക്ഷം ക്രിയേറ്റ് ചെയ്ത നാടകമാണ് അത് എന്നാണ്. സങ്കടം തോന്നി. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. അന്ന് പോയത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരുന്നോ? ഒരിക്കലല്ല, എനിക്ക് അവരെ കാണണം തോന്നി അങ്ങനെ പോയത്. രാജ്യം മിനിസ്റ്ററിയും അതുപോലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്ക്, എന്നിട്ട് വരൂ. ഞങ്ങളിപ്പോ മരിച്ചു ജീവിക്കുന്ന ജീവിതങ്ങളാണ്. ഞങ്ങളെക്കുറിച്ച് ഓരോ വേണ്ടാധീനങ്ങൾ ഈ ചാനലിലൂടെ അങ്ങനെ പറയുന്നത് കേൾക്കും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കുന്നവരല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെ കാണണം തോന്നി അങ്ങനെ പോയതാ. ആരും നിർബന്ധിച്ചു കൊണ്ടേതല്ല. ഈ പെണ്ണുപിള്ളയ്ക്ക് ആൻഡോ തരുന്ന ശമ്പളം തരണം എന്ന് പറഞ്ഞ് സതീശൻ്റെ PRO ആയിട്ടോ പ്രസ് സെക്രട്ടറി ആയിട്ടോ ആകാമായിരുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വായനക്കാരുടെ ചട്ടയിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ആൻഡോ അഗസ്റ്റിൻ തരുന്ന ശമ്പളം തരണം. ഞാൻ പറ്റിയ പാർട്ടിയാണല്ലോ, VD സതീശൻ്റെ PRO ആവാം അല്ലെങ്കിൽ പ്രസ് സെക്രട്ടറി ആവാമെന്ന് പറഞ്ഞാൽ അതിൽ പോയാൽ മതിയായിരുന്നു. കാരണം അങ്ങനെയാണ് വാർത്ത വായിക്കുന്നത്. അങ്ങനെയല്ലല്ലോ വാർത്ത വായിക്കുന്നവർ ചെയ്യേണ്ടത്. ദേശാഭിമാനിയുടെ ശമ്പളം വാങ്ങിച്ച ഒരു മനുഷ്യൻ്റെ മകളാണ്. തുടക്കകാലം കൈരളി ചാനലിൽ മുട്ടയിട്ടിരുന്നു എന്നും പറയുന്നു. എന്തോ സാമ്പത്തിക കുഴപ്പം കാരണം പാർട്ടി അകറ്റി നിർത്തിയ മനുഷ്യനാണ് ഈ പെണ്ണുപിള്ളയുടെ തന്ത എന്നും പറയുന്നു. CPMകാർക്ക് ഞാൻ ശത്രുവായതിനാൽ ആരോടും ഇക്കാര്യം എനിക്ക് സംസാരിക്കാനാവില്ല. ആരും അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ തുറന്ന് പറയുകയില്ല എന്താണ് പ്രശ്നം. ഇവർ 3 കുട്ടികൾ മരിച്ചുപോയ ഒരു അമ്മയെ കളിയാക്കിയാൽ
ഹൃദയപക്ഷത്തുള്ളവർ എടുത്തു കൊടുക്കുക സ്വാഭാവികമാണ്. ഉടനെ ആൻറ്റോ ചാടി ഇറങ്ങിയിരിക്കുന്നു സൈബർ കേസുമായിട്ട്. എന്തിനാ ആൻറ്റോ അഗസ്റ്റിൻ ഇവർക്ക് വക്കാലത്തെടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ആൻറ്റോയെ ഇഷ്ടമാണ്. അയാളെ മരംമുരു ചാനൽ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞ് പലരും കളിയാക്കും. അയാൾക്കൊരു നിലപാടുണ്ട്, ചങ്കൂറ്റമുണ്ട്. അയാളെ ചാനലിനെതിരെ ഡൽഹിയിൽ നിന്ന് ഇണ്ടാസ് ഇറക്കിയിട്ട് പോലും, അല്ലെങ്കിൽ ആരെയും എന്തും വിളിക്കാൻ തയ്യാറുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരെ പോലും ഇണ്ണാറാന്ന് വരപ്പിച്ച ആളാണ് ആൻറ്റോ. എനിക്കതുകൊണ്ടാണ് ആൻറ്റോയെ ഇഷ്ടം. ആ ആൻറ്റോ ഈ പെണ്ണുപിള്ളയുടെ വക്കാലത്ത് എടുക്കരുതായിരുന്നു. നേരെ പോയിട്ട് സൈബർ കേസ് കൊടുത്തിരിക്കുന്നു ആൻറ്റോ. അക്ഷന്തവ്യമായ തെറ്റാണ് മിസ്റ്റർ ആൻറ്റോ നിങ്ങൾ ചെയ്തത് എന്ന് ഞാൻ പറയും. ഈ പെണ്ണുപിള്ളയെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കണമായിരുന്നു. വേണുഗാനം വായിച്ച് ബിഗ് ടി വിയിലോ മറ്റോ പോട്ടെന്നേ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ സുജാ പാർവതി ഒരു ചാണകത്തിൽ ചവിട്ടുമെങ്കിലും പാവമായിരുന്നു. ഇപ്പോൾ വാർത്തകളിൽ ഈ പെണ്ണുമ്പിള്ള കരച്ചിലാണ് പ്രധാന കലാപരിപാടി. റിസൾട്ട് വരുമ്പോൾ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ പെണ്ണുമ്പിള്ളയ്ക്ക് വട്ടാകാതിരുന്നാൽ കൊള്ളാം. എങ്ങനെയാണോ റഫറി ഗോളടിക്കുന്ന പോലെയല്ലേ ഈ ചെയ്യണേ? അങ്ങനെ ചെയ്യാമോ ഒരു വാർത്ത അവതാരക? എം എം മണിയാശാനോട് ചോദിക്കുകയാണ്, താങ്കളൊരു സ്ത്രീ വിരുദ്ധനല്ലേ എന്ന്. മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞു, പെണ്ണുമ്പിള്ളേ, 5 പെൺമക്കളുടെ അച്ഛനാണ് ഞാൻ. ആ എന്നെ ആണ് നിങ്ങൾ സ്ത്രീ വിരുദ്ധൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് സാരമായ തകരാറുണ്ടെന്ന് അങ്ങനെ കൊണ്ട് പറയിച്ച്. ഇങ്ങനെ ആരും സംസാരിച്ചാലും യാതൊരു കൂസലും ഇല്ലാതെ എന്തു മണ്ടത്തരവും വിളിച്ചു പറയുക, എന്ത് വിവരക്കേടും വിളിച്ചു പറയുക, എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് മോങ്ങുക. കഷ്ടമാണ്. ആൻറ്റോയോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഈ സ്ത്രീയെ അവിടെ നിന്ന് പിരിച്ചു വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ താഴെ പോകും, ഉറപ്പാണ്. നിങ്ങൾ വിചാരിക്കുന്നത് കോൺഗ്രസിൻ്റെ പക്ഷം പറയാൻ ഒരാൾ ഇരിക്കട്ടെ, എല്ലാ പക്ഷത്തിൻ്റെയും ഓരോ ആൾക്കാരിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ കേട്ടു സുജയ പാർവതി അവിടെ നിന്ന് പോയിട്ട് നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും വീഴ്ച വന്നോ? ഇല്ലല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് ഇതിനെ പറഞ്ഞു വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ KPCC ഓഫീസിൽ PR ആവട്ടെന്നേ, അതിന് മാത്രമേ ആ സ്ത്രീ കൊള്ളാവൂ. അവർ വാർത്താ അവതാരകയാകാൻ യാതൊരു 1% ജയിക്കാനുള്ള പാസ് മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത ഒരു അവതാരകയാണ്, ഒരു വാർത്താ അവതാരകയാണ്. അതിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ റിപ്പോർട്ടർ ചാനലിന് കൊള്ളാം. നമ്മളൊക്കെ റിമോട്ടുള്ളതുകൊണ്ട് മാറി മറ്റ് ചാനലുകൾ കണ്ടോളുമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അടുത്ത കഥ, മലയാളി കളിച്ചാലും കുളിച്ചാലും കുടിച്ചാലും കിടന്നാലും വീഡിയോ റീലെടുത്ത് ലോകത്തെ അറിയിക്കുന്ന കാലമാണിപ്പോൾ. ശരിയല്ലേ? ഒരു അടിപിടി നടന്നാൽ, ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അപ്പോൾ ആ വിഷ്വല് പുറത്തു വരും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിശയം തോന്നും, ഇത് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന്. കാരണം ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. ഓടം കിട്ടും. എവിടെയെങ്കിലും ബാറിൽ, കാട്ടാക്കടയോ നെയ്യാറ്റിൻകര എവിടെ ഒരു ബാറിൽ 2 അനിയനും ചേട്ടനും കൂടെ ചേർന്ന് ഒരുത്തനെ ചവിട്ടി ചതച്ച് കൊന്നു. ലൈവ് വരെയാണേ. ഈ എടുക്കുന്നവൻ പോലും തടയില്ല. അയ്യോ, കഷ്ടമാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണോ എന്നല്ല. എൻ്റെ ഫോണുകൾ ഇത്തരം വിഷ്വലുകൾ വന്ന് നിറയുന്ന ഫോണുകളാണ്. ഒന്നും എനിക്ക് മായ്ക്കാൻ തോന്നാറില്ല. സ്ഥലപരിമിതി ഉള്ളതിനാൽ എടുത്തുകൊണ്ട് ഓടാ പുല്ലേ എന്ന് ഫോൺ എഴുതി കാണിക്കുമ്പോൾ ഞാൻ പല വിഷ്വലും മനസ്സിലുള്ള മായ്ച്ചു കളയും. അങ്ങനെ വന്ന ഒരു വിഷ്വൽ ഒരുപാട് കാലം എന്നെ നോവിച്ചതായിരുന്നു. ഒരു വിഷുക്കാലത്തോ ഒരു ദീപാവലി നാളിലോ ഒരു ചെറുപ്പക്കാരൻ മതിലിൽ ഒരു പടക്ക് വച്ചിട്ട് പൊട്ടിക്കുകയാണ്. മക്കൾ പടക്കം പൊട്ടുന്നത് കാണാനായി നിരന്ന് നിൽപ്പുണ്ട് ദൂരെ. ഒന്ന് പറയട്ടെ, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പടക്കം ഞാൻ പൊട്ടിച്ചിട്ടില്ല. നിസ്സാരമായി എൻ്റെ അനുജൻ പൊട്ടിക്കും. നീ പെണ്ണായി ജനിക്കേണ്ടവനായിരുന്നു എന്ന് ഒരു താങ്ങും അവൻ എനിക്ക് താങ്ങും. ചെറിയ മുക്കുപടക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുപോലും വലിയ ഒരു തെങ്ങോല എടുത്തുകൊണ്ട് വന്നിട്ട് ചെത്തി അതിൻ്റെ മടലെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഒരു സ്പേസ് ഉണ്ടാക്കി പുളർന്ന് വെച്ചിട്ട് അതിനകത്ത് ഈ പടക്കിനെ കയറ്റും. എന്നിട്ട് ദൂരെ നിന്നിട്ടാണ് ചിമ്മിനിയിൽ കാണിച്ച് ഞാൻ കത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലും പൊട്ടുമ്പോൾ ഞാൻ നിന്ന് ഞെട്ടുകയും ചെയ്യുമായിരുന്നു. ഇത് അച്ഛൻ മക്കളെ ആസ്വദിപ്പിക്കാനായി പടക്കം പൊട്ടിക്കുന്നതാണ്.
എന്നേക്കാൾ പേടിയുള്ള ആളാണെന്ന് തോന്നുന്നു ഈ മനുഷ്യൻ. പൊട്ടിച്ച ശേഷമുള്ള വിശേഷം ഏതാണ്ട് എല്ലാ മലയാളികളും കണ്ടിരിക്കും. പൊട്ടി ചിരിച്ചിരിക്കും. പക്ഷേ എനിക്ക് ചിരി വന്നില്ല. വലിയ വിഷമം തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ. ഈ രംഗം ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടുന്ന വാഴ സെക്കൻഡിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിജുക്കുട്ടൻ അവതരിപ്പിക്കുന്ന അച്ഛൻ കഥാപാത്രം വിഷുക്കാലത്ത് പടക്കം പൊട്ടിച്ച് വീഴുന്നതും മകൻ്റെ അപ്പോഴത്തെ സ്നേഹപ്രകടനവും ഒക്കെ ആയിട്ട് നന്നായിട്ട് മനസ്സിൽ തട്ടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. രസം അതല്ല, ഈ രംഗം സിനിമയുടെ വലിയ ഹൈലൈറ്റായി മാറി എന്നുള്ളതാണ്. പിന്നാലെ നടന്നത് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു. ഈ പടക്കം പൊട്ടിച്ച് നെഞ്ചടിച്ച് വീണ കഥാപാത്രത്തെ ഒന്ന് നേരിൽ കണ്ടിട്ട് സീൻ എഴുതണം എന്നായിരുന്നത്രേ തിരക്കഥാകാരൻ വിപിൻ ദാസിനും സംവിധായകൻ സവിനും ആഗ്രഹിച്ചത്. പക്ഷേ ആർക്കും കണ്ടെത്താനായില്ല. പടം റിലീസായപ്പോൾ അതിലെ പാട്ട് യൂട്യൂബിൽ കണ്ട ആ മനുഷ്യൻ, ആ നെഞ്ചിടിച്ച് വീണ മനുഷ്യൻ ഞെട്ടി. അതിലെ പടക്കം പൊട്ടിക്കുന്ന സീൻ കണ്ട് മറന്നിരുന്ന ആ കാഴ്ച ആളുകൾ വീണ്ടും ഓർക്കുമല്ലോ ഭഗവാനെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ ഓർമ്മപ്പെടുത്തൽ കൂടുതൽ ആളുകൾ കാണാനിടയാവും. ശരിക്കും കക്ഷി പേടിച്ചു. ഈ വീണ കക്ഷിയുടെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിഷുനാളിൽ അവനെ സന്തോഷിപ്പിക്കാൻ പടക്കം വാങ്ങി പൊട്ടിച്ചതാണ്. അത് ഇദ്ദേഹത്തിൻ്റെ അനുജൻ സ്വന്തം ഫോണിൽ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു. ചേട്ടൻ വീഴുമെന്ന് വിചാരിച്ചിട്ടല്ല അനിയനും ഷൂട്ട് ചെയ്തു. അക്കാലത്ത് അത് വലിയ വൈറലായി മാറി. പടക്കം പൊട്ടുന്നതിനൊപ്പം അച്ഛൻ നെഞ്ചടിച്ച് നിലത്ത് വീഴുന്ന കാഴ്ച കുട്ടിയായ മകന് സഹിച്ചില്ല. അച്ഛനെന്തോ അപകടം സംഭവിച്ചു എന്നവൻ ഉറപ്പിച്ചു. നിലത്ത് വീണ അച്ഛനെ അവൻ കെട്ടിപ്പിടിച്ചു. അച്ഛനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കി. അത്രയും സങ്കടത്തോടെ മകനെ അതിന് മുമ്പോ അതിന് ശേഷമോ ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. അനിയൻ പോലും കരുതിയിരിക്കില്ല ചേട്ടൻ്റെ വീഴ്ച ഇത്രയും വൈറലാകും ഞാൻ ഇടുന്ന പോസ്റ്റ് എന്ന്. ഒരു ഫംഗ്ഷന് പോകാനോ ആളുകളെ അഭിമുഖീകരിക്കാനോ പറ്റാത്ത സ്ഥിതിയായി ഈ വീണ മനുഷ്യന്. പടക്കം ഇത്ര പേടിയാണോ? ആഘോഷിക്കാനായി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 100 ചോദ്യങ്ങൾ കാണുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ പെട്ടു. മരിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഓരോ പിന്നീടുള്ള വിഷുക്കാലവും തൻ്റെ പടക്കം പൊട്ടിക്കൽ ആ വീഡിയോ മലയാളി ആഘോഷിച്ചു. വാഴ 2 കണ്ടിറങ്ങിയ മകൻ അവൻ്റെ ജോലി സ്ഥലത്ത് നിന്നും അച്ഛനെ വിളിച്ചു. അച്ഛനും അമ്മയും വാഴ 2 സിനിമ പോയി കാണണം എന്നവൻ ചട്ടം കെട്ടി. സിനിമ കണ്ടപ്പോൾ അന്ന് നടന്നത് അതേപടി ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആശ്വാസവുമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സംഭവിച്ചതാണ് രസം. തൻ്റെ അനുഭവം അഭിനയിച്ച ബിജുക്കുട്ടനെ തേടി ഈ നെഞ്ചടിച്ച് വീണ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയും മകളും എല്ലാം കൂടി ബിജുക്കുട്ടൻ്റെ വീട്ടിൽ ചെന്നു. തൻ്റെ ജീവിതം പകർത്തി വെച്ചതുപോലെ സിനിമയിലുണ്ട്. അതെങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അത് തന്നെയാണ് വാഴ 2ൻ്റെ വലിയ വിജയം. ഇതെൻ്റെ ജീവിതമല്ലേ എന്ന് സിനിമ കാണുന്നവർ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നത് എഴുത്തിൻ്റെയും സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും വിജയമാണ്. ബിജുക്കുട്ടനുമായി നിൽക്കുന്ന ആ മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് നാളെ രാവിലെ അദ്ദേഹം ഉണരുമ്പോൾ 101 യൂട്യൂബർമാർ വീടിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കരുത് എന്നാണ് ബിജുക്കുട്ടൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ബിജുക്കുട്ടന് അപൂർവമായി ലഭിക്കുന്ന നല്ലൊരു വേഷമാണ്. അത് നന്നായി തന്നെ
ചെയ്തു ബിജുക്കുട്ടൻ. മകനായി തിരഞ്ഞെടുത്ത യുവനടനും നല്ല ചേർച്ച ബിജുവുമായിട്ടുണ്ട്. ചിരിപ്പിക്കുന്നവർ ഒന്നൊന്നായി സീരിയസ് വേഷങ്ങളിലേക്ക് കളം മാറുകയാണ്. ആദ്യം സുരാജ് വെഞ്ഞാറമ്മൂട് പോയി, പിന്നെ സലിംകുമാർ പോയി, പിന്നാലെ ഇന്ദ്രൻസ് പോയി, ഇപ്പോഴിതാ ബിജുക്കുട്ടനും കളം മാറ്റി വിജയിച്ചിരിക്കുന്നു. ഇനി ഇത്തരം തന്തമാരുടെ ക്യൂ ആകും ബിജുക്കുട്ടൻ്റെ വീടിന് മുന്നിൽ. അപ്പോൾ പിന്നെ ആര് ചിരിപ്പിക്കും ബിജുക്കുട്ട എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയസ് വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷക മനസ്സിലേക്ക് കയറിയാൽ പിന്നെ കോമഡികൾ ഏൽക്കുകയില്ല. സലീമും സൂരജും ആ അനുഭവം തന്നു. ഇതുകൂടി ബിജുക്കുട്ടൻ ഓർക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ പൊട്ടി ചിരിപ്പിച്ചുകൊണ്ടിരുന്ന അടൂർ ഭാസി സാറ് സീരിയസ് വേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഹാസ്യം ഏൽക്കാതെ പോയി. അത് തന്നെയാണ് ഇവർക്കുമൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. അടുത്ത കഥ, ഈ പറയുന്ന കഥയിൽ നായകൻ സിനിമാക്കാരനായതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമാ ചാനലിൽ പറയേണ്ട വിഷയമല്ല. എന്താണ് എംപി ഫണ്ട്? എംപിസ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്ന ഫണ്ടിനെയാണ് എം പി ഫണ്ട് എന്ന് പറയുന്നത്. 1992-ലോ 93-ലോ ആണ് പാർലമെൻറ്റ് അംഗീകരിച്ച ഒരു ഫണ്ടാണ് ഈ പറയുന്ന എം പി ഫണ്ട്. നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ ഇതൊന്ന് ഓർത്ത് വച്ചേക്കുക. ഇന്ത്യയിലെ എല്ലാ രാജ്യസഭ ലോക്സഭ എം പിമാർക്കും വർഷം തോറും 5 കോടി രൂപ അനുവദിക്കും. 2 ടേമായിട്ടാണ് അനുവദിക്കാറ്. 2.5 കോടി വെച്ച് 2 ടേമായിട്ട്. ഈ ഫണ്ട് ഒരു കാരണവശാലും ലാപ്സാകില്ല. ഒരു വർഷം 5 കോടി രൂപ ചിലവിടാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ ചിലവിടാം. പക്ഷേ കാലാവധി തീരുന്നതിന് മുമ്പ് ചിലവിട്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. രാജ്യസഭാ മെമ്പർക്ക് കാലാവധി 6 വർഷമാണല്ലോ. വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ എം പിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയോജക മണ്ഡലത്തിലെ ആ ഫണ്ട്, ആ എം പി ഫണ്ടെന്ന് പറഞ്ഞ പൈസ ചിലവിടാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ സുരേഷ് ഗോപി ഉദാഹരണമായിട്ടെടുക്കാം. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർഷാവർഷമുള്ള 5 കോടി രൂപ തൃശ്ശൂരിൽ മാത്രമേ ചിലവഴിക്കാൻ പറ്റൂ. അങ്ങനെയാണ് നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. രാജ്യസഭാ എം പിക്ക് അയാളെ ഏത് സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുത്തോ ആ സംസ്ഥാനത്ത് ചിലവഴിക്കാം. അതാണ് നിയമം. ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നും തിരഞ്ഞെടുത്ത രാജ്യസഭാ എം പിയാണ്. മധ്യപ്രദേശിൽ എവിടെയും തൻ്റെ ഫണ്ട് ജോർജ് കുര്യന് ചിലവിടാം. തൻ്റെ സുഹൃത്തായ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് തിരിയുന്ന ശാസ്തമംഗലത്തെ ആ റോഡിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ച് കൊടുക്കാമെന്ന് ജോർജ് കുര്യനോ തൃശ്ശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപിയോ പോലും നടപ്പാക്കാനാവില്ല. എന്നാൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നവരുണ്ട്. ഉദാഹരണത്തിന് പി.ടി. ഉഷ, നമ്മുടെ സ്പോർട്സ് താരം പി.ടി. ഉഷ, ഈ അടുത്ത കാലത്ത് ഒരു കാലില്ലാത്ത സദാനന്ദൻ മാസ്റ്റർ മുതലായവരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണല്ലോ. തങ്ങളുടെ ഫണ്ട് ഇവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചിലവാക്കാം. അപ്പോൾ 3 തരത്തിലാണ് ഈ പൈസ ചിലവാക്കാൻ പറ്റുന്നത്. പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിൽ ചിലവാക്കാം. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് അവരേത് സംസ്ഥാനത്തു നിന്ന് തിരഞ്ഞെടുത്തോ അവിടെ ചിലവാക്കാം. നോമിനേറ്റ് ചെയ്യുന്ന എം പിമാർക്ക് ഇന്ത്യയിലെവിടെയും ചിലവാക്കാം. എം പി ഫണ്ട് എന്നാൽ എം പിക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന് തോന്നുന്നതൊക്കെ ചെയ്യാനുള്ള ഫണ്ടാണെന്ന് വല്ല വിവരം കെട്ട എം പിക്കോ പാർട്ടിക്കാർക്കോ ധാരണയുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. കള്ളം പറഞ്ഞ് പറ്റിക്കലാണ് അത്. ഓതറൈസേഷൻ പവർ മാത്രമേ എം പി ഫണ്ടിലുള്ളൂ. എം പിക്ക് മിനിസ്ട്രി ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന ഒരു മന്ത്രാലയം കേന്ദ്രത്തിലുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു വകുപ്പാണത്. ഓട്ടോമാറ്റിക്കായിട്ടാണ് വർഷം തോറും 5 കോടി രൂപ 2 ഗഡുക്കളായി എം പിയുടെ ക്രെഡിറ്റിലേക്ക് വന്നു ചേരുന്നത്. വീണ്ടും പറയുന്നു, ഈ തുക ഒരു ഓതറൈസേഷൻ പവർ മാത്രമേ എം പിക്ക് നൽകുന്നുള്ളൂ. എം പിമാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയോട് ഒരു പുതിയ റോഡ് വേണമെന്ന് പറയുകയാണെന്ന് വെച്ചോളൂ. 15 കോടി രൂപ ചിലവ് വരും. എം പിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ആരോട്? ഒരു ജില്ലാ നോഡൽ ഏജൻസി കാണും.
എല്ലാ സംസ്ഥാനത്തും ജില്ലാ നോഡൽ ഏജൻസികളുണ്ട്. അവർക്ക് എം പിക്ക് ഒരു റെക്കമെൻഡേഷൻ കത്ത് കൊടുക്കാനാവും. റെക്കമെൻഡേഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ ജില്ലാ നോഡൽ ഏജൻസി അവിടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നോഡൽ ഏജൻസി ഉണ്ടാകും ജില്ലാ അടിസ്ഥാനത്തിൽ. കമ്മ്യൂണിറ്റി ഡ്യൂറബിൾ അസറ്റ്സ് ആയിരിക്കണം ശുപാർശ ചെയ്യേണ്ടത് എന്നാണ് പ്രധാന കാര്യം. കമ്മ്യൂണിറ്റി ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ ദീർഘകാലം നിലനിൽക്കുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പ്രോജക്റ്റിനായിരിക്കണം എം പി റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കണം. അതിൽ ഒന്നാണിപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റ്, വെയിറ്റിംഗ് ഷെഡ്, ഇതൊക്കെ ദീർഘകാലം നിലനിൽക്കുന്നതാണല്ലോ. ആശുപത്രിക്ക്, റോഡിന്, സ്കൂളിന്, കുടിവെള്ളത്തിന് മുതലായ പദ്ധതികൾക്കായാണ് ഈ ഫണ്ട് പ്രധാനമായും നൽകുന്നത്. ദീർഘകാലം നിലനിൽക്കുന്ന പദ്ധതികൾക്കേ നൽകാവൂ ഈ എം പി ഫണ്ട്. റെക്കമെൻഡ് ചെയ്യുന്നതിനെ സാങ്ഷനായി കാണണ്ട, റെക്കമെൻഡ് മാത്രമേ ഉള്ളൂ. ജില്ലാ കളക്ടർ ഉത്തരവാദിത്വമുള്ള ഒരു ഒഫീഷ്യൽ കമ്മിറ്റിയാണ് ഈ പറയുന്ന നോഡൽ ഏജൻസി. നോഡൽ ഏജൻസി ജില്ലാ ഇംപ്ലിമെൻ്റ് ഏജൻസിക്ക് അത് കൈമാറും. അവർ ഈ റെക്കമെൻഡ് ചെയ്ത പ്രോജക്റ്റ് അതാത് ഏജൻസികൾക്ക് നൽകുന്നു. ഉദാഹരണത്തിന് കുടിവെള്ളം കുടിവെള്ളം കുഴലിട്ട് കൊണ്ടുവരാനാണെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് ആ റെക്കമെൻഡേഷൻ ലെറ്റർ നൽകും. അവർ ചിലവിൻ്റെ ഒരു ഫയൽ നൽകണം, ഫീസിബിൾ ആണ് എന്ന് അറിയിക്കണം. അവർ ആ വർക്ക് വീണ്ടും ഇംപ്ലിമെൻ്റ് ഏജൻസിയെ ഏൽപ്പിക്കണം. സെൻട്രൽ നോഡൽ ഏജൻസിയിലാണ് ഈ ഫണ്ടിൻ്റെ അക്കൗണ്ട് കിടക്കുന്നത്. ഈ ഏജൻസികൾക്കോ എം പിക്കോ ഈ അനുവദിച്ച പണം ചെലവിടാനാകില്ല എന്നതാണ് പ്രധാന കാര്യം. പൈസ ഘട്ടം ഘട്ടമായി സെൻട്രൽ ഏജൻസിക്കാണ് നൽകേണ്ടത്. അവർ വർക്ക് ചെയ്യുന്ന ഏജൻസിക്ക് റോഡാണെങ്കിൽ PWDക്ക് നൽകും, വെള്ളമാണെങ്കിൽ വാട്ടർ വർക്സിന് നൽകും. റിക്വസ്റ്റ് നോക്കിയിട്ടാണ് അത് ചെയ്യാറ്. വർക്ക് മുഴുവൻ കഴിയുമ്പോൾ ഇതേപോലെ ഇംപ്ലിമെൻ്റ് ഏജൻസി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തത് അവർ സർട്ടിഫൈ ചെയ്ത് പണം നൽകും. ഒരു എം പിയും ഒരു അപ്രൂവലും ആരോടും വാങ്ങേണ്ടതില്ല. തനിക്ക് ലഭിക്കുന്ന കാശിൽ ഇന്നത് ചെയ്താൽ നന്നാവും എന്നൊരു ലെറ്റർ മാത്രം നൽകിയാൽ മതി എന്നർത്ഥം. എം പി കൊടുക്കുന്ന പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസിക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അവിടെയും എം പിക്ക് മേളിലാണ് ഈ ഏജൻസി. എം പി ഒരു റോഡിന് ശുപാർശ ചെയ്താൽ അത് സംസ്ഥാന PWD ചെയ്യുകയാണെങ്കിൽ എം പിയുടെ ശുപാർശ തള്ളും. വ്യക്തമായ കാരണം വേണം, തള്ളുന്നതിന് വ്യക്തമായ കാരണം വേണം. 45 ദിവസത്തിനുള്ളിൽ എം പി നൽകുന്ന പ്രോജക്റ്റ് തള്ളുകയോ കൊള്ളുകയോ ചെയ്തിരിക്കണം എന്നതും ഉറപ്പാണ്. വച്ച് താമസിപ്പിക്കാൻ ആകില്ല. ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രോജക്റ്റിനായി റെക്കമെൻഡേഷൻ പാടില്ല എന്നുണ്ട്. ആ റെക്കമെൻഡേഷൻ തള്ളും എന്നുള്ളതാണ് തള്ളുമെന്നതാണ് കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു എം പിക്ക് തോന്നുകയാണ് ഒരു അമ്പലം പണിയാനായി എം പി ഫണ്ട് കൊടുക്കാമെന്ന്. ഉപയോഗിക്കാൻ പറ്റില്ല. 100 വെയിറ്റിംഗ് ഷെഡിന് അപ്രൂവൽ കൊടുക്കാൻ പറഞ്ഞാലും നടക്കില്ല. 10 കക്കൂസിന് കൊടുക്കാമെന്ന് പറഞ്ഞാലും നടക്കില്ല. കമ്മ്യൂണിറ്റി ഡ്യൂറബിൾ അസറ്റ് ആയിരിക്കണം ഈ എം പി ശുപാർശ ചെയ്യുന്നത് എന്നാണ് നിയമം. പ്രോപ്പർ സാങ്ഷൻ വേണം, അല്ലാതെ എം പിയുടെ ശുപാർശയിൽ നടക്കില്ല. ഞാൻ അനുമതി വാങ്ങിച്ചു വച്ചതാണ്, എനിക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, എൻ്റെ നോഡൽ ഓഫീസർ സഹകരിക്കുന്നില്ല, രാഷ്ട്രീയ നിറം നോക്കി വർക്കുകൾ തടയുന്നു എന്നൊക്കെ ചില എം പിമാർ പറയുന്നുവെങ്കിൽ ഓർക്കുക, അവർ പൊതുജനത്തെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണ്. ഡ്യൂറബിളായ പ്രോഗ്രാം ആയിരിക്കണം, പ്രോപ്പറായ സാങ്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യും. ഒരനുമതിയും ആരുടെയും വേണ്ട. ഓട്ടോമാറ്റിക്കായി നടക്കേണ്ട പ്രപ്പോസലുകൾ ആയിരിക്കും എം പി ഫണ്ടിൽ നടക്കുന്നത്. MSOP എന്ന് പറയുന്ന മിനിസ്ട്രി ഓട്ടോമാറ്റിക്കായി സെൻട്രൽ നോഡൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തുകയാണത്. ഇംപ്ലിമെൻ്റ് ഏജൻസി ചെയ്തോളും. പകരം ഞാൻ 8.37 കോടി അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. 8.37 കോടി എന്നേ പറയാവൂ. പക്ഷേ ആവേശം കയറിയപ്പോൾ നമ്മുടെ തൃശ്ശൂർ MP പറയുന്നത് പകരം
ഞാൻ 8.37 കോടിക്ക് അനുമതി വാങ്ങിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നതൊക്കെ ഉണ്ടയില്ല വെടികളാണ് എന്നതാണ് പരമമായ സത്യം. അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എനിക്ക് 10 കോടി രൂപ അനുവദിച്ചു എന്ന് ഇദ്ദേഹം പറയാത്തത് ഭാഗ്യം എന്ന് ഞാൻ പറയും. പക്ഷേ തൃശ്ശൂരിലുള്ള ഒരാളും ഈ എം പിയെ കാണുമ്പോൾ ഇങ്ങനെ തള്ളല്ലേ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. എം പി പറഞ്ഞ വീഡിയോ കൂടി നിങ്ങൾ കണ്ടോളൂ. എന്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ അപ്രൂവലിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിന്റെ കൺട്രോളിലുള്ള എന്റെ നോഡൽ ഓഫീസർ, എന്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. കണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ പലതും തള്ളും. ഒരു സിനിമാക്കാരനായ എം പി ഇങ്ങനെ തള്ളുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചമ്മലോ. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്താവും സ്ഥിതി? കുംഭമേളയ്ക്ക് വൈറൽ താരമായ മൊണാലിസ ഫർമാൻ ഖാൻ എന്നയാളെ കേരളത്തിൽ വെച്ച് വിവാഹം കഴിച്ചു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാക്കനാട്ടുകാരൻ ഒരു യുവാവാണ് ഇവർക്ക് കേരളത്തിലെത്താൻ വേണ്ട സഹായങ്ങൾ നൽകിയത്. അവിടെ വന്നാൽ നിങ്ങളെ ആരും തടയില്ല, ഭംഗിയായി വിവാഹം നടക്കും, നന്നായി ജീവിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കാം. അത് 100% ശരിയുമാണല്ലോ. അവർ തിരുവനന്തപുരത്തെത്തി തമ്പാനൂർ പോലീസിൻ്റെ സഹായം തേടി. അവർ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചു, വിവാഹത്തിന് സഹായിച്ചു. അരുമാനൂർ ശ്രീ നയനാർ ക്ഷേത്രത്തിൽ അവർ വിവാഹം കഴിച്ചു. സർക്കാരിൻ്റെ രജിസ്റ്ററിൽ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇതേപോലെ വിവാഹിതനായ MP-യും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. മോണലിസയുടെ അച്ഛൻ പരാതിയുമായി തമ്പാനൂർ സ്റ്റേഷനിൽ ചെന്നു. ഇരുവരും പ്രായപൂർത്തിയായവരാണ്. പരസ്പര സമ്മതപ്രകാരമാണ്. തെളിവുകളെല്ലാം അവർക്ക് അനുകൂലവുമാണ്. വിട്ടോളാൻ പറഞ്ഞു പിതാവിനോട് തമ്പാനൂർ പോലീസ്. ഇവിടെ രസകരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, വേറൊരാളുമായി വിവാഹം നടത്താൻ വീട്ടുകാർ പ്ലാൻ ചെയ്തപ്പോഴാണ് പെൺകുട്ടി കാമുകനോടൊപ്പം പോകുന്നത്. എന്നിട്ട് പറഞ്ഞത് കുട്ടിക്ക് 16 വയസ്സേ ആയുള്ളൂ എന്നാണ്. വീട്ടുകാർ കല്യാണം ആലോചിച്ചതാണ്. അപ്പോഴാണ് ആ കുട്ടി ഇറങ്ങി വന്നത്. എന്ന് മാത്രമല്ല, കേന്ദ്ര SC/ST കമ്മീഷൻ പോലും ഇപ്പോൾ ഈ കുട്ടിയുടെ മൊണാലിസയുടെ പുറകെ നടക്കുക. വ്യാജ തിരിച്ചറിയൽ രേഖ ഫർമാൻ ഉണ്ടാക്കി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ കേസിലിട്ടു. പാൻ കാർഡ്, ആധാർ എന്നിവ മാത്രമല്ല, മൊണാലിസയ്ക്കുള്ള 10 വയസ്സിലെ ആധാർ കാർഡ് അടക്കം മൊണാലിസ ഹാജരാക്കി. അവർ കോടതി വരെ എത്തി. ഒന്നും വ്യാജമല്ല. മൊണാലിസയ്ക്ക് 18 വയസ്സും 3 മാസവും പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടന്നത്. ഗോവിന്ദ മാഷ് പെട്ടു, ശിവൻകുട്ടി ചട്ടിയിലാവും, റഹീമിനെ ഇപ്പോൾ പൊക്കും എന്നൊക്കെ ഇവിടുത്തെ നുണപരീക്ഷകൾ യൂട്യൂബിലൂടെയൊക്കെ വച്ച് കാച്ചി. അതിൻ്റെ താഴെ ലവ് ജിഹാദാണ്, ആനയാണ്, തേങ്ങയാണ് എന്നൊക്കെ കുറിപ്പിടാൻ ഒരു സംഘം സദാചാര മതഭ്രാന്തന്മാരും ഇറങ്ങി. വേറൊരു പണിയുമില്ലാത്ത മധ്യപ്രദേശ് പോലീസ് ഒരു CIയും ഒരു SIയും 2 CPOമാരും ചേർന്ന സംഘം കേരളത്തിലേക്ക് എത്തി. ഫർമാനെ അറസ്റ്റ് ചെയ്യണം, മൊണാലിസയെ തന്തയ്ക്ക് നൽകണം. ഫർമാൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലാണെന്നും മെയ് 20 വരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഉത്തരവുണ്ടെന്നും ഈ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഏമാമാരെ അറിയിച്ചു. ഞങ്ങൾക്ക് അവരുടെ മൊഴിയെടുക്കണം. കേരളത്തിൽ വരാൻ സഹായിച്ച യുവാവിനെ തേടി തൃക്കാക്കരയിലും മധ്യപ്രദേശ് പോലീസ് കറങ്ങുന്നു. മൊണാലിസ മുഖ്യമന്ത്രിക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മെയിൽ ചെയ്തു. കൊച്ചി പോലീസ് കമ്മീഷണറുടെ സഹായവും അവർ തേടി. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കേരളത്തിൽ വന്നതെന്നും താമസിക്കുന്നതെന്നും സഹായിക്കണമെന്നും കത്തിൽ മൊണാലിസ പറയുന്നു. എന്താവും സ്ഥിതി എന്നറിയില്ല. എന്തായാലും വന്ന വഴിക്ക് പോകാനേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കേരളമാണല്ലോ. ഇതിൻ്റെ കൂടെ ഒരു പോലീസ് കഥ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. നമ്മുടെ രഞ്ജിത്തിൻ്റെ കേസാണ്. പീഡന പരാതിയിൽ രഞ്ജിത്തിന് കോടതി ജാമ്യം നൽകിയല്ലോ. കൊച്ചി വിടരുതെന്ന് നിർദ്ദേശവും ജാമ്യവ്യവസ്ഥയിലുണ്ട്. അയാൾ അതൊന്നും ലംഘിക്കാനിടയില്ല. പിന്നെയോ, രഞ്ജിത്തിനെ പിടികൂടുമ്പോൾ കാറിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു നടനെയും
സഹസംവിധായികയെയും ചോദ്യം ചെയ്യലാണെന്ന് ഇവിടുത്തെ നവമീഡിയകൾ പറയുന്നു. ഒളിവിൽ പോകാൻ സഹായിച്ചോ എന്നതാണ് പ്രധാന ചോദ്യമത്രേ. ഇങ്ങനെയൊരു കേസുള്ളതായി അറിയില്ല എന്നായിരുന്നു അവരുടെ ഉത്തരം. ഈ ഉത്തരം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് പോലീസിൻ്റെ ഉത്തരം. അല്ല സാറേ, ഇങ്ങനെ ഒരു കേസ് വന്നു, പരാതിക്കാരിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി, അന്വേഷിച്ചു, നടി പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞു. കാറിൽ പോകും വഴി തൊടുപുഴയിൽ വച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു, അതുവരെ ഓക്കെ. എന്നാൽ പരാതി കിട്ടിയപ്പോൾ രഞ്ജിത്തിനെ വിളിച്ച് ഇങ്ങനൊരു ഗുരുതരമായ പരാതി വന്നിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയുണ്ട് ഞങ്ങൾ അവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, പറഞ്ഞില്ല. പറഞ്ഞിട്ട് അയാൾ വരാതെ മുങ്ങിയാലല്ലേ സാറേ അങ്ങനെ കേസ് ഫ്രെയിം ചെയ്യാനാവും. അയാൾ മുങ്ങുമ്പോൾ പിടിച്ചു എന്ന് പിന്നെ എങ്ങനെയാണ് പറയണേ? ഇനി അയാളോട് പറഞ്ഞു എന്ന് തന്നെ വയ്ക്കുക. അയാൾ അത് പുറത്ത് പറയാതെ കാര്യമാക്കാതെ നമുക്ക് തൊടുപുഴ വരെ പോകണം, നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റി വച്ച് കൂടെ പോവും ആ രണ്ടു പേരും. അയാളുടെ പടത്തിലെ അഭിനേതാവും അയാളുടെ പടത്തിലെ സഹസംവിധായികയുമാണ് അവർ. അപ്പോൾ അവർക്ക് പോയേ പറ്റൂ. ഇനി അഥവാ ഇവരോട് രണ്ടുപേരോടും രഞ്ജിത്ത് എല്ലാം തുറന്നു പറഞ്ഞു എന്ന് തന്നെ വയ്ക്കുക. 3-4 ദിവസം അവധി വരികയാണ്, പിടിച്ചിട്ടാൽ പ്രശ്നമാകും, നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് എന്നെ എത്തിക്കണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു എന്ന് തന്നെ വയ്ക്കുക. അതിന് ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന പേരിൽ, എന്ത് തെളിവിൻ്റെ പേരിൽ ഇവരെ പിടിക്കും സാറേ? തെളിവെന്താ? കാറിൽ യാത്ര ചെയ്തു. പരാതി തന്നത് ആ പെൺകുട്ടിയും പോലീസും മാത്രമല്ലേ സാറേ അറിയൂ? ഫോണെല്ലാം ഓഫാക്കി ഒരു ഒളിയിടത്തിൽ പാർക്കുമ്പോൾ ആ സ്ഥലം കണ്ടെത്തി രഞ്ജിത്തിനെ പിടിക്കുമ്പോൾ ഈ പറഞ്ഞ 2 പേരും അവിടെ ഉണ്ടായാലും എന്താ കുഴപ്പം സാറേ? ഞങ്ങളിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്തും കൂടെ വന്നു, കേസായത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾ, അവിടെ തീർന്നില്ലേ സാറേ നിങ്ങളുടെ ഈ കണ്ടുപിടുത്തം? പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനൊരു പീഡകനും പിന്തുണ കൊടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, രഞ്ജിത്തിനോട് നിങ്ങൾ ഗുരുതരമായ ഒരു കേസിൽ നിങ്ങൾ പ്രതിയാണ്, നിങ്ങളുടെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നിങ്ങൾ സ്റ്റേഷനിൽ വരണമെന്ന് പറയാത്തിടത്തോളം കാലം അവർ കാറിലായാലും ട്രെയിനിലായാലും വിമാനത്തിലായാലും പോകുമ്പോൾ പിടിച്ചിട്ട് പോയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്തങ്ങ് മലത്തിക്കളയുമെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താണ് സാറേ നിങ്ങൾ? ഇതൊക്കെ കോടതി ചെല്ലുമ്പോൾ എന്താവും? അതെങ്കിലും ആലോചിക്കണ്ടേ? ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം മറുവശത്തൊരു സ്ത്രീ വിഷയമായതുകൊണ്ട് ഞാൻ സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഈ ആഴ്ചത്തെ വാരഫലം, എനിക്കറിയാം MP ഫണ്ടിനെ കുറിച്ച് സംസാരിച്ചത് അല്പം ലാഗ് അടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്തിനു പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കാം. സുരേഷ് ഗോപി പറഞ്ഞ ഒരു പരാതി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിശദമായി അതിൻ്റെ കാര്യങ്ങൾ ചകഞ്ഞെടുത്ത് ഞാൻ അവതരിപ്പിച്ചത്. ഈ ആഴ്ചത്തെ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.